VS എന്ന രണ്ടക്ഷരത്തിനൊപ്പം ചേർത്തുവെക്കേണ്ട സ്ഥലനാമമാണ് മലമ്പുഴ. VSന്റെ രാഷ്ട്രീയ ജീവചരിത്രത്തിലെ 2 ദശാബ്ദക്കാലത്തെ അധ്യായത്തിന്റെ പേര്. 1996 മാരാരിക്കുളത്തെ അപ്രതീക്ഷിത തോൽവിക്ക് ശേഷം 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് VS ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ കോട്ടയായ മലമ്പുഴയിൽ ജനവിധി നേടാനെത്തിയത്. ആദ്യ പോരാട്ടത്തിൽ തന്നെ മലമ്പുഴയിലെ ജനങ്ങൾ VSനെ ഹൃദയത്തിലേറ്റി. കോൺഗ്രസിന്റെ സതീശൻ പാച്ചേനിക്കെതിരെ 4703 വോട്ടിന്റെ ഭൂരിപക്ഷം. മലമ്പുഴയിലെ ജനങ്ങൾക്കിടയിലൂടെ നിയമസഭയിലേക്ക് നടന്നു കയറിയ VS പ്രതിപക്ഷ നേതാവായി. ജനകീയ ഇടപെടലുകളിലൂടെ പ്രതിപക്ഷ നേതാവിന്റെ കരുത്തെറിയിച്ച കാലം. 2006 സതീശൻ പാച്ചേനിക്കെതിരെ 20,017 വോട്ടായി ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. VS കേരളത്തിന്റെ മുഖ്യമന്ത്രി. VS അച്യുതാനന്ദനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 23,440. VS വീണ്ടും പ്രതിപക്ഷ നേതാവ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പെത്തിയപ്പോൾ 27,142 വോട്ടായി VSന്റെ ഭൂരിപക്ഷം മലമ്പുഴയിലെ ജനത വർദ്ധിപ്പിച്ചു. VS ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. 1965 രൂപീകരിച്ച മലമ്പുഴ മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ കാലം പ്രതിനിധീകരിച്ചത് VS ആണെന്നത് ചരിത്രം. മലമ്പുഴ മണ്ഡലത്തിലെ ഭൂരിപക്ഷം ആദ്യമായി 20,000-നും അപ്പുറം എത്തിച്ചത് VS അച്യുതാനന്ദനാണ്. 2006 മുതൽ തുടർച്ചയായി 3 തവണ ഭൂരിപക്ഷം 20,000 കടന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS നേടിയ 27,142 വോട്ടാണ് മലമ്പുഴ തൊട്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം. മലമ്പുഴയിലെ ജനങ്ങൾക്കിടയിലെ VSന്റെ സ്വീകാര്യതയ്ക്ക് തെളിവായി ചൂണ്ടിക്കാണിക്കാൻ ഇതിനപ്പുറം മറ്റൊന്നില്ല. ഓരോ തിരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച മലമ്പുഴയിലെ ജനങ്ങൾ നൽകിയ സ്നേഹം മണ്ഡലത്തിന്റെ സമസ്ത മേഖലകളിലും വികസനത്തിന്റെ വെളിച്ചം നൽകി VS അവർക്ക് തിരിച്ചു നൽകി. കഞ്ചിക്കോട്ടെ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭെമൽ സ്ഥാപിക്കുമ്പോൾ 365 ഏക്കർ ഭൂമിയും കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി പദ്ധതിക്കായി 262 ഏക്കർ ഭൂമിയും ജനങ്ങളെ യോജിപ്പിച്ചു നിർത്തി പ്രശ്നങ്ങളില്ലാതെ ഏറ്റെടുത്ത് നൽകാൻ കഴിഞ്ഞത് ജനപ്രതിനിധി എന്ന നിലയിൽ VSന്റെ വലിയ നേട്ടമാണ്. നിർമ്മാണം അന്തിമഘട്ടത്തിലുള്ള അകത്തേത്തറ മേൽപ്പാലത്തിനായി നിയമക്കുരുക്കുകൾ അഴിച്ച് സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയാക്കി നിർമ്മാണം തുടങ്ങിയത് VSന്റെ കാലത്താണ്. മലമ്പുഴ റിംഗ് റോഡ്, മലമ്പുഴ കുടിവെള്ള പദ്ധതി, ജലസേചന ടൂറിസം വകുപ്പുകളെ ഏകോപിപ്പിച്ച മലമ്പുഴ വിനോദസഞ്ചാര മേഖലയുടെ വികസനം, ഇങ്ങനെ VSന്റെ കാലത്ത് കാർഷിക വ്യവസായ മേഖലകൾ ഉൾപ്പെടുന്ന മലമ്പുഴയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ വികസന നേട്ടങ്ങൾ എണ്ണി പറയാൻ ഏറെയുണ്ട്. ജനകീയ നായകൻ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ കരുത്തു പകർന്ന മലമ്പുഴയിലെ ജനങ്ങൾ ഒപ്പം അണിനിരന്നു. രാഷ്ട്രീയ നേതാവും ജനങ്ങളും എന്നതിനുമപ്പുറം പരസ്പരം ചേർത്ത് നിർത്തുന്ന വലിയ ആത്മബന്ധം മലമ്പുഴയിലെ ജനങ്ങൾക്കും VSനുമിടയിൽ എന്നുമുണ്ടായിരുന്നു. കൈരളി ന്യൂസ്, പാലക്കാട്.